പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ആവേ മരിയ. ആവേ മരിയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ഈശോയെ ആരാധിക്കാനായിട്ട് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹോളി വെപ്പൺ എന്ന് പറയുന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ഇന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഓരോ കത്തോലിക്കനും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സങ്കേതം, ഏറ്റവും ഉറപ്പുള്ള സങ്കേതം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ കന്യകാമറിയമാണ്. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അഭയ സങ്കേതം, അഭയ കേന്ദ്രം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ മാതാവാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഉറപ്പുള്ള, ഏറ്റവും ശക്തിയുള്ള ആയുധം ഏതാണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ ജപമാലയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ ഈ അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലി ഈശോയെ സ്നേഹിക്കാനായിട്ട് പോകുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വിശുദ്ധ പാതിരാ പിയോ പറയുന്ന കാര്യപ്രകാരമാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം പരിശുദ്ധ ജപമാലയാണ് എന്നുള്ള പറയാൻ കാരണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പാതിരാ പിയോ ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്, ഈ കാലഘട്ടത്തിൽ ദൈവജനം തിന്മയെ നശിപ്പിക്കാനായിട്ട്, തിന്മയെ മറികടക്കാനായിട്ട് ചേർത്ത് പിടിക്കേണ്ടത് പരിശുദ്ധ ജപമാലയാണ് എന്നുള്ള സത്യം. വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു, ഒരു വ്യക്തി കൃപ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ജപമാലയെ ചേർത്ത് പിടിക്കണം. അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നവര് ജപമാലയെ ചേർത്ത് പിടിക്കണം. കുടുംബത്തിലെ സമാധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മക്കള് ജപമാലയെ ചേർത്ത് പിടിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ നിമിഷം അമ്മ മാതാവിനോട് ചേർന്നിരുന്നു കൊണ്ട് ഈശോയെ ആരാധിക്കാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വെച്ചിരിക്കുന്നു, ഒരു ദൈവ പൈതൽ ജപമാല ചൊല്ലാൻ തുടങ്ങുമ്പോൾ അവർ പരിശുദ്ധ അമ്മയെ കയ്യിൽ പിടിക്കാൻ തുടങ്ങും. ജപമാല പൂർത്തിയായി കഴിയുമ്പോൾ അമ്മ ആ ദൈവമക്കളുടെ കയ്യിൽ പിടിക്കാൻ തുടങ്ങും. ഈ നിമിഷം അമ്മയോട് ചേർന്ന് അമ്മയുടെ മടിയിലിരുന്ന് നമ്മൾ ഈശോയെ ആരാധിക്കുക. ദൈവമക്കൾ തിരിച്ചറിഞ്ഞോണം, എവിടെയൊക്കെ ദിവ്യകാരുണ്യ ഈശോ എഴുന്നള്ളിയിരിപ്പുണ്ടോ അതിൻ്റെ തൊട്ടടുത്ത് അമ്മ മാതാവ് അതിൻ്റെ തൊട്ടു മുന്നിലായിട്ട് വന്ന് ഈശോയെ നോക്കി ആരാധിച്ചു കൊണ്ടിരിപ്പുണ്ട്. ഏതൊക്കെ ദൈവമക്കള് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലേക്ക് കടന്നു വന്ന് തൻ്റെ വേദനകൾ, തൻ്റെ വിഷമങ്ങൾ, തൻ്റെ കണ്ണുനീര് അവിടെ സമർപ്പിക്കുമ്പോൾ ആ കാണുന്ന നിയോഗങ്ങളും വേദനകളും കണ്ണീരും പരിശുദ്ധ അമ്മ മാതാവ് എടുത്തുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക്, ഈശോയുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോയി സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നമ്മൾ ജപമാല ചൊല്ലി ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ അമ്മ മാതാവ് നിൽപ്പുണ്ട്. ഈ അമ്മ മാതാവ് നമ്മൾ സമർപ്പിക്കുന്ന ഓരോ നിയോഗങ്ങൾ എടുത്തുകൊണ്ട് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ആ നിയോഗങ്ങളെ മുഴുവനും സ്വർഗത്തിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കാൻ പോകുക. നമുക്കെല്ലാവർക്കും ഈ നിമിഷം മുട്ടുമേൽ നിന്നുകൊണ്ട് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഏറ്റവും ഭക്തിയോടെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് നമുക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അതിന് നമ്മളെ തന്നെ ഈ നിമിഷം ഒരുക്കാം. ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ, ആദിയും അന്ത്യനും
സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന. ഒരുമിച്ച് എല്ലാവരും പാടാമോ? ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. ആഗ്രഹത്തോടെ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായി സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ജപമാലയിലൂടെ അമ്മ മാതാവിലൂടെ ഞങ്ങളെയും ലോകം മുഴുവനെയും സഭയെയും അനുഗ്രഹിക്കാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ജപമാല കരങ്ങളിൽ എടുക്കാം. ഈ നിമിഷം നമ്മുടെ വിശ്വാസം നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ പോകുക. നമ്മുടെ തലതൊട്ടപ്പനോടും തലതൊട്ടമ്മയോടും നമുക്ക് വിശ്വാസം പകർന്നു തന്ന നമ്മുടെ മാതാപിതാക്കളോടും പ്രത്യേകിച്ച് കാറ്റഗിസം നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ ഗുരുഭൂതരോടും എല്ലാ വൈദികരോടും ചേർന്ന് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യേകിച്ച് തോമാസ് ലിഹായുടെ വിശ്വാസ ചൈതന്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ നിമിഷം നമ്മുടെ വിശ്വാസം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗീയ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളും പുത്രനായ ഈശോയുടെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമായ പരിശുദ്ധി അമ്മ മാതാവേ, ഞങ്ങൾ ദൈവവിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങൾ ജനിക്കുവാൻ, വളരുവാൻ, വർദ്ധിക്കാൻ, ഫലം ചൂടുവാൻ അമ്മ മാതാവേ ഈ നിമിഷം ഞങ്ങൾക്കായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീഡ സഹിച്ച് മരിച്ചതിൻ്റെ 3-ാം നാൾ ജയസന്തോഷങ്ങളുടെ ഉയർത്തെഴുന്നള്ളി എന്ന് നമ്മൾ ധ്യാനിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രഹസ്യത്തിൽ നമുക്ക് കത്തോലിക്ക സഭയെ നമ്മൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന മാർപ്പാപ്പ, അതുപോലെ എല്ലാ കർദിനാൾമാർ, എല്ലാ മെത്രാന്മാർ, എല്ലാ വൈദികരെ, നമുക്ക് എല്ലാ സമർപ്പിതരെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുക. അമ്മ മാതാവ് ഈശോയെ പഠിപ്പിച്ച പോലെ, ഈശോയെ പരിശീലിപ്പിച്ച പോലെ, ഈശോയെ ഒരുക്കിയതുപോലെ, ഈശോയെ സ്നേഹിച്ച പോലെ നമ്മളെയും, പ്രത്യേകിച്ച് സഭാശ്രേഷ്ഠന്മാരെ, സഭാ നേതൃത്വം കൊടുക്കുന്ന ഓരോരുത്തരെയും അമ്മ പരിശീലിപ്പിക്കാൻ, അമ്മ സഹായിക്കാൻ, അമ്മ പഠിപ്പിക്കാനുള്ള കൃപ എല്ലാ വൈദികർക്കും, എല്ലാ മെത്രാന്മാർക്കും, കർദിനാൾമാർക്കും, മാർപ്പാപ്പയ്ക്ക് ലഭിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് സഭാ നേതൃത്വത്തിന് വേണ്ടി ചൊല്ലിക്കാഴ്ച വെച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തീന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ,
നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ തന്റെ ഉയർപ്പിന് ശേഷം 40 നാൾ അത്ഭുതകരമായ മഹിമയോടും ചേത്തോടും കൂടി തൻ്റെ ദിവ്യമാതാവും ശിഷ്യനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു നമ്മൾ ധ്യാനിക്കുക. പ്രിയപ്പെട്ടവർ, ഈ രഹസ്യത്തിൽ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവരും നമ്മൾ സമർപ്പിക്കുക. പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ, എല്ലാ ദമ്പതിമാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, എല്ലാ യുവജനങ്ങൾ, എല്ലാ കുഞ്ഞുമക്കൾ, രോഗികളായി കഴിയുന്നവർ, അനാഥശാലയിൽ കഴിയുന്നവർ, വൃദ്ധഭവനങ്ങളിൽ കഴിയുന്നവർ, ആരുമില്ലാത്തവർ, ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ക്രൈസ്തവ സഭയിൽ എന്തുമാത്രം ദൈവമക്കളുണ്ടോ ആ മക്കളെ മുഴുവനും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ രഹസ്യത്തിൽ നമ്മൾ സമർപ്പിക്കുക. മക്കളെ നമുക്ക് വില കൊടുത്ത് പ്രാർത്ഥിക്കണം. അമ്മ മാതാവ് സകല മക്കളെയും സംരക്ഷിക്കണം. അമ്മ സകല മക്കളെയും പരിശീലിപ്പിക്കണം. അമ്മ സകല മക്കളെയും പഠിപ്പിക്കണം. അമ്മ സകല മക്കളെയും സ്നേഹിച്ച് അമ്മയുടെ നീലക്കാപ്പ് കൊണ്ട് പൊതിയപ്പെടണം. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സകല ജനപദങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ രഹസ്യം സകല ജനപദങ്ങൾക്കും വേണ്ടി ചൊല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൂന്നാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സിഹിയോൻ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിൻ്റെ മേലും സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചുവെന്ന് നമ്മൾ ധ്യാനിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ രഹസ്യത്തിൽ കത്തോലിക്ക സഭയിലുള്ള മുഴുവൻ ദൈവമക്കളെ നമ്മൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുക. സഭയുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഭിന്നതകൾ, കലഹങ്ങൾ, തിന്മയുടെ സ്വാധീനങ്ങൾ, ചില ശക്തികൾ, ഇപ്രകാരമുള്ള കാര്യങ്ങൾ ജനിപ്പിക്കുന്ന ഇപ്രകാരമുള്ള ചില മേഖലകൾ കാണിച്ചു കൊടുത്ത് സഭയെ തകർക്കാൻ നോക്കുന്ന, ഉള്ളിൽ വസിക്കുന്ന ഏതെങ്കിലും ശക്തികളുണ്ടെങ്കിൽ അവ മുഴുവനും നിർവീര്യമാകാൻ, ജഡത്തിൻ്റെ ശക്തിയാകാം, ലോകത്തിൻ്റെ ശക്തിയാകാം, പാപത്തിൻ്റെ ശക്തിയാകാം, വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെ ശക്തിയാകാം, സഭയ്ക്കുള്ളിൽ നിന്നും നിർവീര്യമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുവാൻ, സഭാമക്കളെ നയിക്കുവാൻ, സഭാ തനയരെ നയിക്കുവാനുള്ള കൃപ സഭയ്ക്കുള്ളിലേക്ക് ആത്മീയ ശക്തി ഒഴുകുവാൻ, ആത്മാവിൻ്റെ ഉണർവ് ഒഴുകുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ചൊല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 4-ാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായി ഉയർത്തെഴുന്നള്ളി കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യകാമാതാവ് ഈ ലോകത്തിൽ നിന്നും മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നമ്മൾ ധ്യാനിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ രഹസ്യത്തിൽ കത്തോലിക്ക സഭയെ സമർപ്പിക്കുന്ന, സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ ശക്തികളുണ്ടോ അത് മുഴുവനും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഭയെ നശിപ്പിക്കാൻ, സഭയെ പീഡിപ്പിക്കാൻ, സഭയെ ഞെരുക്കാനായിട്ട് നോക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും, എതിർപ്പിൻ്റെ കെട്ടുകളും, പൈശാചിക ശക്തികളും, അത് വ്യക്തികളിലൂടെ സമൂഹങ്ങളിലൂടെ കടന്നു വരുന്ന എല്ലാ അന്തരീക്ഷ ശക്തികളും നിർവീര്യമായി തീരുവാൻ അമ്മയുടെ നീലക്കാപ്പ കൊണ്ട് മുഴുവനും സഭയും സഭാമക്കളും സഭാതനയരും സഭാ കുടുംബവും മുഴുവനും പൊതിയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സഭയ്ക്കെതിരെ വരുന്ന ശത്രുക്കളുടെ മുഴുവനും മാനസാന്തരങ്ങൾ സംഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ രഹസ്യം നമ്മൾ ചൊല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 5-ാം ദിവ്യരഹസ്യം. പരിശുദ്ധ മാതാവ് പരലോകത്തിലെത്തിയ ഉടനെ തന്റെ ദീപമാർന്നാൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിക്കപ്പെട്ടുവെന്ന് നമ്മൾ ധ്യാനിക്കുന്നു. ഈ രഹസ്യത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള, ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന മുഴുവനും ആത്മാക്കളെ, മരിച്ചുപോയ വൈദികരെ, സമർപ്പിതരെ, പ്രത്യേകിച്ച് മരിച്ചു പോയിട്ടുള്ള മെത്രാന്മാരെ, കർദിനാൾമാരെ, മാർപ്പാപ്പമാരെ, അതോടൊപ്പം തന്നെ മരിച്ചുപോയി ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന മുഴുവനും ആത്മാക്കളെ, ആരും പ്രാർത്ഥിക്കാനില്ലാതെ കഴിയുന്ന ആത്മാക്കളെ, അബോഷനിലൂടെ മരിച്ചുപോയ കുഞ്ഞുമക്കളെ, ദുർമരണം മൂലം ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതെങ്കിലും ഭീകരവാദികളെ ആക്രമണത്താൽ മരിച്ചുപോയ ആത്മാക്കളെ, പകർച്ചവ്യാധിയാൽ മരിച്ചു പോയിട്ടുള്ള ആത്മാക്കളെയൊക്കെ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്ത് എന്തുമാത്രം ആത്മാക്കളുണ്ടോ ആ ആത്മാക്കളെ മുഴുവനും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ജപമാല മണികളിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മാക്കൾ മുഴുവനും അവരുടെ പാപത്തിൻ്റെ കട മോചിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിച്ചുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കൾക്കായിട്ട് ഈ രഹസ്യം നമുക്ക് ചൊല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് ഉറക്ക പ്രാർത്ഥിക്കാമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തീന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് ഒരിക്കൽ കൂടി പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം. ഈ 5 രഹസ്യങ്ങളിലൂടെ നമ്മൾ സമർപ്പിച്ച നിയോഗങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പണം നടത്തിക്കൊണ്ട് ജപമാല സമർപ്പണം നമുക്ക് നടത്താം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലെ, ദീപദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായിലെ, മഹാത്മാവ് വിശുദ്ധ ലിഖന്മാരായ മാർ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിൻ്റെ ദൃപ്പാത്തങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കരങ്ങൾ കുപ്പിപ്പിടിച്ചുകൊണ്ട് അമ്മ മാതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി നമുക്ക് വാഴ്ത്തി പാടി പ്രാർത്ഥിക്കാം. ഏറ്റം പരിശുദ്ധ കന്യകയെ, എന്നോട് വ്യാകുല മാതാവേ, ഏറ്റം പരിശുദ്ധ കന്യകയെ, എന്നോട് വ്യാകുല മാതാവേ, ഭാവന വിമലം സ്നേഹമയം നിൻമുഖ കമലം ശോകമയം, ഭാവന വിമലം സ്നേഹമയം നിൻമുഖകമലം ശോകമയം. ആവേ മരിയ, 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 ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ജപമാല മാസത്തിലെ ഈ 6-ാം തീയതി നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകിച്ച് ജപമാലയുടെ ശക്തിയെക്കുറിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ പ്രത്യേകം ധ്യാനിക്കേണ്ട, ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഓരോ ക്രൈസ്തവനും ഇന്ന് 2 വെല്ലുവിളികൾ തങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുക. ഏതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ ഓരോ ക്രൈസ്തവ ദൈവമക്കളും നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മളായിരിക്കുന്ന സഭയെ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാനായിട്ട്, തകർക്കാനായിട്ട്, പീഡിപ്പിക്കാനായിട്ട്, ഇല്ലാതാക്കി തീർക്കാനായിട്ട്, സഭാമക്കളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റാനായിട്ട് ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ ദിക്കിൽ നിന്നും ചില ശക്തികൾ, ചില ബന്ധനങ്ങൾ ഇന്ന് ശക്തി പ്രാപിച്ച് ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ തെളിവല്ലേ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ സഭാമക്കളുടെ ശ്രദ്ധയ്ക്കായിട്ട് തൻ്റെ പിതാവ് തൻ്റെ അജഗണങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇന്ന് കേരളത്തിൽ ഉയർന്നു പൊങ്ങിയിരിക്കുന്നത് തിരിച്ചറിയണം. പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിൽ പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന കേരള സഭയിൽ, നമ്മളായിരിക്കുന്ന കത്തോലിക്ക സഭയെ, കത്തോലിക്ക മക്കളെ തകർക്കാനായിട്ട്, പീഡിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ നശിപ്പിക്കാനായിട്ട് വലിയ അജണ്ട കെട്ടിക്കൊണ്ട് ചില ശക്തികൾ ഇന്ന് ഉദയം ചെയ്തിട്ടുണ്ട്.
വരും കാലഘട്ടം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെ. രാജ്യങ്ങളാകാം, ജനതകളാകാം, സഭയ്ക്കെതിരായിട്ട് അണിനിരക്കുന്ന, സഭയെ ഒറ്റപ്പെടുത്തുന്ന ചില മേഖലയിലേക്ക് വരും കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പ്രകാരം സഭയെയും സഭാമക്കളെയും പീഡിപ്പിക്കുന്ന, ഞെരുക്കുന്ന, എതിർക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവമക്കളെ രക്ഷിക്കാനായിട്ട് അമ്മ മാതാവ് തന്നിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ ജപമാല. രണ്ടാമതായിട്ട് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ നേരിടുന്ന പ്രശ്നമാണ് കത്തോലിക്ക കുടുംബങ്ങളെ, കത്തോലിക്ക ദൈവമക്കളെ വിശ്വാസത്തിൽ നിന്നും അകറ്റുക. ഏതൊക്കെ രീതിയിൽ ഭിന്നതകൾ കൊണ്ടുവരാൻ പറ്റുമോ, അശുദ്ധി കൊണ്ടുവരാൻ പറ്റുമോ, വെറുപ്പ് കൊണ്ടുവരാൻ പറ്റുമോ, അവിശ്വസത കൊണ്ടുവരാൻ പറ്റുമോ, അങ്ങനെ കത്തോലിക്ക മക്കളെ, കത്തോലിക്ക കുടുംബത്തെ എങ്ങനെ നിർവീര്യമാക്കാൻ, എങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ അതിന് കച്ചകെട്ടി ഇന്ന് സാത്താൻ, ദുഷ്ടാരൂപി, പിശാചുക്കള്, അശുദ്ധാത്മാക്കള് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബങ്ങളെ രക്ഷിക്കാനായിട്ട്, കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട്, കുടുംബ ബന്ധങ്ങളെ ഉണർത്താനായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് നൽകിയിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് ഈ പരിശുദ്ധ ജപമാല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഓരോ ക്രൈസ്തവനും മനസ്സിലാക്കേണ്ട കാര്യം, സഭയാകട്ടെ, കത്തോലിക്ക കുടുംബത്തെയാകട്ടെ, കത്തോലിക്ക മക്കളെയാകട്ടെ സംരക്ഷിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അഭയ സങ്കേതം എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. കത്തോലിക്ക കുടുംബങ്ങളെ, കത്തോലിക്ക മക്കളെ, കത്തോലിക്ക സഭയെ പിടിച്ചു നിർത്തുന്ന ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്, ആയുധം എന്ന് പറയുന്നത് അത് പരിശുദ്ധമായിട്ടുള്ള ജപമാലയാ. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ മാതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ജപമാല ചേർത്ത് പിടിച്ചുകൊണ്ട് ഏതൊക്കെ കത്തോലിക്ക മക്കള്, ഏതൊക്കെ കത്തോലിക്ക കുടുംബങ്ങള് ഇന്ന് മുന്നോട്ട് വരുന്നുണ്ടോ അവരെ തകർക്കാൻ, അവരെ നശിപ്പിക്കാൻ, അവർക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും പറ്റില്ല എന്നുള്ള സത്യം ഓരോ ക്രൈസ്തവ മക്കളും ഇന്ന് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, സഭയുടെ പഴയ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിക്കേ. സഭയെ തകർക്കാനായിട്ട് ചില അബദ്ധ പ്രബോധകരായിട്ട് സഭയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് സഭാമക്കളെ മുഴുവനും നശിപ്പിക്കാനായിട്ട് നോക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ അബദ്ധ പ്രബോധനങ്ങളെയും അബദ്ധ പ്രബോധകരെയും തുടച്ചു മാറ്റാനായിട്ട് പ്രിയപ്പെട്ടവരെ, സഭ എടുത്ത് ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്നത് ഈ പരിശുദ്ധ ജപമാലയാ. സഭയെ നശിപ്പിക്കാൻ, സഭാമക്കളെ ഇല്ലാതാക്കാനായിട്ട് ചില പാഷാണ്ഡതകള്, ചില പാഷാണ്ടികള് ശക്തി പ്രാപിച്ചുകൊണ്ട് സഭയ്ക്കുള്ളിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനെ തുടച്ചു മാറ്റാനായിട്ട് സഭ എടുത്ത് ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്നത് ഈ പരിശുദ്ധ ജപമാലയാണേ. മിസ്റ്റർ ഡൊമിനിക്കിന്റെ ജീവിതം പരിശോധിച്ച്, അമ്മ മാതാവ് ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ജപമാല നൽകി. എന്നിട്ട് ഡൊമിനിക്കിനോട് പറഞ്ഞ കാര്യം എന്താ? ഈ ആയുധം ഉപയോഗിച്ച് വേണം നീ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, യുദ്ധം ചെയ്യാൻ, പോരാടാനായിട്ട്. ഡൊമിനിക്കിനോട് 4 കാര്യങ്ങളൂടി പറഞ്ഞു. ഒന്ന്, കുഞ്ഞെ, ഈ ജപമാല പിടിച്ച് ആവർത്തിച്ച് നന്മ നിറഞ്ഞ മറിയമ ചെല്ലണം. 2, ഈ ആയുധം ഉപയോഗിച്ച് പോരാടുന്ന പോരാളികള്, പട്ടാളക്കാര് ഭൗതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോരാടുന്ന യോദ്ധാക്കളെക്കാൾ വിജയം പ്രാപിക്കും. 3-ാമതായിട്ട് പറഞ്ഞു, ഏതൊക്കെ നീതിമാന്മാര് ഈ ജപമാല പിടിച്ച് ചൊല്ലാൻ തുടങ്ങിക്കോ അവർക്ക് പ്രസാദവരം കിട്ടും. 4-ാമത് പറഞ്ഞു, ഏതൊക്കെ പാപികള് ഈ ജപമാല പിടിച്ച് നന്മ നിറഞ്ഞ മറിയമ ചെല്ലാൻ തുടങ്ങിക്കോ അവരുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകുമെന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമുക്കെതിരെ വരുന്ന ചില ശത്രുക്കള്, നമ്മളെ തകർക്കാൻ, സഭയെ തകർക്കാൻ, കത്തോലിക്ക കുടുംബങ്ങളെ തകർക്കാൻ ചില ശത്രുക്കള് ഇന്ന് ശക്തി പ്രാപിച്ചു വരുമ്പോൾ അവർക്കെതിരെ മറ്റു യുദ്ധോപകരണങ്ങളല്ല ഇന്ന് കത്തോലിക്ക മക്കൾ പിടിക്കേണ്ടേ, മറിച്ച് ലോകത്തിലുള്ള, കേരളത്തിലുള്ള സകല കത്തോലിക്ക മക്കള് ഈ ജപമാല പിടിച്ച് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലി ഈ ജപമാലയിലൂടെ നമുക്ക് ഈ ലോകത്തിലെ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ കീഴടക്കാനായിട്ട് പറ്റുന്നേ.
Praise the Lord. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള യുദ്ധ ഉപകരണം കത്തോലിക്ക സഭയുടെ, കത്തോലിക്ക മക്കളുടെ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള യുദ്ധ ഉപകരണം എന്ന് പറയുന്നത് അത് പരിശുദ്ധ ജപമാലയാ. ശത്രുക്കളെ തകർക്കാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം ഈ പരിശുദ്ധ ജപമാലയാ. ഏതൊക്കെ അബദ്ധ പ്രബോധനങ്ങളാകട്ടെ, ഏതൊക്കെ അന്ധവിശ്വാസങ്ങളാകട്ടെ, ഏതൊക്കെ ദുഷിച്ച ഭക്തിയാകട്ടെ, ഏതൊക്കെ കൊലപാതക ഭക്തിയാകട്ടെ, ഇപ്രകാരമുള്ള ഭ്രാന്ത് നിറഞ്ഞിട്ടുള്ള, മതഭ്രാന്ത് നിറഞ്ഞിട്ടുള്ള ചില ശക്തികളെ ഇല്ലാതാക്കാൻ, നിർവീര്യമാക്കാൻ നമുക്ക് അമ്മ നൽകിയിട്ടുള്ള ആയുധമാ മക്കളെ ഈ പരിശുദ്ധ ജപമാല. ഒരുമിച്ചൊന്ന് പറയാമോ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ എന്ന് പറയാനുള്ള കാര്യം, ഈ ജപമാല നമ്മൾ അവഗണിക്കരുത്. ജപമാല നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറ്റിവെക്കല്ലേ, ജപമാല നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കല്ലേ. ഏതൊക്കെ കത്തോലിക്ക മക്കള് ഈ ജപമാല സന്ധിയില് ഒരുമിച്ച് 7 മണി സമയത്ത് ഒരുമിച്ച് ചേർന്ന് കുടുംബത്തില് ഇതൊന്ന് ചെല്ലാൻ തുടങ്ങാമോ? പ്രഭാതത്തില് എഴുന്നേറ്റിട്ട് ഒരു 20 മിനിറ്റ് എടുത്തിട്ട് ഒരു ജപമാലയിൽ എടുത്തിട്ട് 50 നന്മ നിറഞ്ഞ മറിയുമേ ചെല്ലാമോ? പ്രഭാതത്തിലെ അത്യാവശ്യമുള്ള ജോലികൾ തീർത്തിട്ട് ഒരു 10 മണി കഴിയുമ്പോൾ ജപമാല എടുത്തിട്ട് ഒരു 50 നന്മ നിറഞ്ഞ മറിയുമേ ചെല്ലാമോ? ഉച്ച കഴിഞ്ഞിട്ട് മക്കളെ ഒരു 20 മിനിറ്റ് എടുത്ത് ഒരു 50 നന്മ നിറഞ്ഞ മറിയുമേ ചെല്ലാമോ? വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്കും ഇതുപോലെ ജപമാല എടുത്ത് ചൊല്ലാമോ? ഈ പ്രകാരം ദിവസത്തില് 4-5 ജപമാല ചൊല്ലുമ്പോൾ മക്കളെ, നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, ഉണരുന്ന സമയം തൊട്ട് ഉറങ്ങുന്ന സമയം വരെ മക്കളെ ഈ ജപമാല നമ്മൾ മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരുന്നാൽ, നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ആവർത്തിച്ചാവർത്തിച്ച് മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ആ വ്യക്തിയെ, അവരുടെ കുടുംബത്തെ തകർക്കാനായിട്ട് ഈ ലോകത്തില് ഒരു ശക്തിക്കും പറ്റില്ല. വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ മക്കളെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒക്ടോബർ മാസം, ജപമാല മാസത്തിൽ ഇതിന് വലിയൊരു താല്പര്യം വേണം, ഇതിന് വലിയൊരു കൊതി വേണം. നിങ്ങൾ ഇന്നു തൊട്ട് മക്കളെ 31-ാം തീയതി വരെ എന്തുമാത്രം നന്മ നിറഞ്ഞ മറിയുമേ ചെല്ലാൻ പറ്റുമോ അപ്രകാരം ചെല്ലിക്കോ. നമ്മളെ തടയാൻ, നമ്മളെ തകർക്കാൻ, നമ്മുടെ സഭയെ തകർക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ ഒരാൾക്കും ഒരു ശക്തിക്കും ഒന്നിനും പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്നതുമായിട്ടുള്ള 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് മക്കളെ. ഒന്നാമത്തെ കാര്യം അച്ഛൻ ഇപ്പൊ പറഞ്ഞത്, ഒന്ന്, നമ്മളെ തകർക്കാൻ, സഭയെ തകർക്കാൻ വലിയ ചില ശക്തികൾ ഇന്ന് രൂപം പ്രാപിച്ചിട്ടുണ്ട്. ഇത് ദൈവജനം തിരിച്ചറിയണം. പല കത്തോലിക്ക മക്കളും ചിന്തിച്ചിരിക്കുന്നത്, എനിക്ക് കുഴപ്പമില്ല, എൻ്റെ കുടുംബത്തിന് കുഴപ്പമില്ല, എൻ്റെ മക്കൾക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് ഇങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് മക്കളെ കാലഘട്ടത്തിൻ്റെ ചില കാര്യങ്ങൾ തിരിച്ചറിയാതെ ഇന്ന് പല ക്രൈസ്തവ കുടുംബങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. ചില കത്തോലിക്ക മക്കള് അവർ നിൽക്കുന്ന കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിയുന്നില്ല. മക്കളെ, നമ്മൾ ചില അപകടാവസ്ഥയിലാണ് കിടക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഓരോ ക്രൈസ്തവനും വേണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേന്നേ, കഴിഞ്ഞ നാളുകളിൽ ഒരു പിതാവ് തൻ്റെ അജഗണത്തിന് 2 കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഇത്രമാത്രം പ്രശ്നമുണ്ടായി. എന്നാൽ തിരിച്ചറിയണം പ്രിയപ്പെട്ട മക്കളെ, 10ഉം 25ഉം രീതിയിലുള്ള ചില കാര്യങ്ങൾ സഭാ മക്കളെ നശിപ്പിക്കാനായിട്ട് ചില സമൂഹങ്ങൾ, ചില ശക്തികൾ ഇന്ന് ശക്തി പ്രാപിച്ചിട്ട് സഭാ മക്കൾക്കെതിരെ പ്രയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഞാനും നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ വീണ് കടപ്പുണ്ടെന്നേ. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താ? എനിക്ക് കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞിന് കുഴപ്പമില്ല, എൻ്റെ കുടുംബത്തിന് കുഴപ്പമില്ല. മക്കളെ, തെറ്റിദ്ധാരണയാ, കുഴപ്പത്തിലാ, ചില കെണിയിലാ, ചില അപകടത്തിലാ. വഞ്ചിതരാകരുത് മക്കളെ.
വഞ്ചിതരാകരുത് മക്കളെ. ഏത് ശക്തികള് നമ്മളെ തകർക്കാൻ വന്നിട്ടുണ്ടോ അതിനെ മറികടക്കണമെങ്കിൽ ഇതാ ഈ ജപമാല പിടിച്ച് ഏതൊക്കെ കുടുംബം തുടങ്ങിക്കോ അവറിയാ ഇന്ന് ലോകത്തിലെ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റാത്തത്. ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ കളയരുത് മക്കളെ, നമ്മൾ ഉപേക്ഷിക്കല്ലേ മക്കളെ. നമ്മൾ ഈ ജപമാല ചേർത്ത് പിടിച്ചോ പറ്റില്ല, ഒറ്റാൾക്കും നമ്മളെ തകർക്കാൻ പറ്റില്ല. അതുകൊണ്ട് സഭ നേരിടാൻ പോകുന്നതും നേരിട്ട് കൊണ്ടിരിക്കുന്നതുമായ ഒന്നാമത്തെ പ്രശ്നമാണ് ചില ശക്തികൾ നമ്മളെ തകർക്കാൻ നോക്കുന്നു. അതിനെ മറികടക്കാനുള്ള ആയുധം ജപമാല. രണ്ടാമത് സഭ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നതും വരുന്ന കാലഘട്ടത്തിൽ നേരിടാൻ പോകുന്നതുമായിട്ടുള്ള രണ്ടാമത്തെ കാര്യമാണ് അബദ്ധ പ്രബോധനങ്ങൾ. ഇന്ന് ചിന്തിച്ചേ പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് അമ്മ മാതാവിലൂടെ രക്ഷ എന്നുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സഭാമക്കളെ സത്യവിശ്വാസത്തിൽ നിന്നും സത്യപ്രബോധനത്തിൽ നിന്നും സത്യസഭയിൽ നിന്നും വലിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ചില സമൂഹങ്ങൾ ചില പ്രബോധനങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ചിലവര് അമ്മ മാതാവ് വേണ്ട, വിശുദ്ധര് വേണ്ട, വാഴ്ത്തപ്പെട്ടവര് വേണ്ട, വന്ദകര് വേണ്ട, മാലാഹമാര് വേണ്ട, നമുക്ക് ഇതൊന്നും ആവശ്യമില്ല, രക്ഷ പ്രാപിക്കാനെന്നുള്ള ചിന്താഗതിയിലൂടെ സത്യസഭയിൽ നിന്നും സത്യവിശ്വാസത്തിൽ നിന്നും ചില മക്കള് നമ്മളെ കൂട്ടത്തിലുള്ളവരെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. മക്കളെ, ഇപ്രകാരമുള്ള സഭാ മക്കളെ തകർക്കുന്ന സത്യവിശ്വാസത്തിൽ നിന്നും നമ്മളെ അകറ്റുന്ന ചില പ്രബോധനങ്ങൾ വരുമ്പോൾ അവയെ പുച്ഛിച്ച് തള്ളാനായിട്ട്, അവയെ മാറ്റി നിർത്താനായിട്ട് പറ്റണമെങ്കിൽ നിന്റെ ജീവിതത്തില്, നിന്റെ അതിരത്തില്, നിന്റെ കയ്യില് ഈ ജപമാല എന്ന ആയുധം വേണം മക്കളെ. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയാ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് സഭ നേരിടുന്ന പ്രശ്നം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ, ക്രൈസ്തവ വിശ്വാസത്തില് മായം ചേർക്കുന്ന ചില പരിപാടികൾ വരാനിരിക്കുന്ന കാലഘട്ടത്തിലും ഇന്നും നടക്കുന്ന ഒരു കാര്യമാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ മായം ചേർക്കുക എന്ന് വെച്ചാൽ എന്താ? പല വ്യക്തികളും ഇന്ന് പഠിപ്പിക്കുന്നു, പല വ്യക്തികളും ഇന്ന് വിശ്വസിക്കുന്നു എല്ലായിടത്തും രക്ഷയുണ്ട്, അവിടെയും ചെയ്യാം ഇവിടെയും നിൽക്കാം, അതും ചെയ്യാം ഇതും ചെയ്യാം, എല്ലായിടത്തും രക്ഷയുണ്ട് എന്നുള്ള മിഥ്യാധാരണയിൽ യേശു ക്രിസ്തുവിനെ ഏകരക്ഷകൻ ഏകനാഥനായിട്ട് അംഗീകരിക്കാതെ നന്നായി ജീവിച്ചാൽ മതി, എവിടെ ചെന്നാലും രക്ഷ കിട്ടുമെന്നുള്ള തെറ്റായ ബോധ്യങ്ങൾക്ക്, തെറ്റായ വിശ്വാസത്തിന് അടിമപ്പെട്ട് കഴിയുന്ന അനേകം മക്കളുണ്ട്. മക്കളെ, ഈ പ്രകാരം തെറ്റിദ്ധരിക്കപ്പെട്ട ചില വിശ്വാസ മേഖലയിൽ വീണ് കിടപ്പുണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷ പ്രാപിക്കണമെങ്കിൽ, അപ്രകാരമുള്ള മേഖലയിൽ ഇനി വീണ് പോകാതിരിക്കണമെങ്കിൽ നിന്റെ ചങ്കിൻ്റെ അകത്ത്, നിന്റെ അതിരത്തില്, നിന്റെ കയ്യില് നീ ഉരുവിടേണ്ട, നീ പിടിക്കേണ്ട ആയുധം പരിശുദ്ധ ജപമാലയാ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. നാലാമതായിട്ട് പ്രിയപ്പെട്ടവരെ, ചില വ്യാജ പ്രവാചകന്മാര്, ചില അബദ്ധ പ്രബോധകര് ഇവരെ സഭയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് സഭാമക്കളെ ചിതറിക്കുന്നു, സഭാമക്കളുടെ വിശ്വാസം കളയുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കുന്ന ചില രീതികള്. ചില മക്കൾ പറയുന്നില്ലേ, മാർപ്പാപ്പയെ അംഗീകരിക്കണ്ട, സഭയുടെ മജിസ്റ്റേറിയത്തെ അംഗീകരിക്കണ്ട, സഭയുടെ അധികാര ഘടനയെ നമ്മൾ വില കൊടുക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം സഭയുടെ വത്തിക്കാൻ സംഘടനയെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ അംഗീകരിക്കണം. ഇപ്രകാരമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അനേകം മക്കളെ വഴിതെറ്റിക്കുന്ന ചില വ്യാജ പ്രവാചകന്മാര് സഭയ്ക്കുള്ളിലുണ്ട്, സഭയ്ക്ക് പുറത്തുമുണ്ട്. ഈ വ്യാജ പ്രവാചകന്മാർ പറയുന്ന കാര്യത്തില് മനുഷ്യ മക്കളെ വീഴാതിരിക്കണമെങ്കിൽ, നമ്മൾ വഴിതെറ്റാതിരിക്കണമെങ്കിൽ, നമ്മൾ ചിതറിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ പിടിക്കേണ്ട ആയുധം പരിശുദ്ധ ജപമാലയാണെന്നേ. ഒരുമിച്ചൊന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ജപമാല ഇത് ചങ്കോട് ചേർക്കണം.
അതുകൊണ്ട് ഇപ്രകാരം 13 ലയോ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: ലോകത്തിലെ എല്ലാ തിന്മകൾക്കും എതിരായി പ്രയോഗിക്കപ്പെടേണ്ട സമരായുധമാണ് പരിശുദ്ധ ജപമാല. നോക്കിക്കേ, ലോകത്തിലെ എല്ലാ തിന്മകൾക്കും എതിരായിട്ട് പ്രയോഗിക്കപ്പെടേണ്ട ആ സമരായുധമാണ് ജപമാല. അത് എല്ലാ ദിവസവും പ്രയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. അതേ പ്രിയപ്പെട്ട മക്കളെ, ഇത് പിടിച്ചില്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും, നാളെ കരയേണ്ടി വരും. ഇന്ന് പല മക്കൾക്കും ഇത് പിടിക്കാൻ മാത്രം സമയമില്ല, ഇത് ചൊല്ലാൻ മാത്രം സമയമില്ല, ഇത് ഉരുവിടാൻ മാത്രം സമയമില്ല. ഫേസ്ബുക്ക് നോക്കാൻ സമയമുണ്ട്, വാട്സപ്പ് നോക്കാൻ സമയമുണ്ട്, TV കാണാൻ സമയമുണ്ട്, സീരിയൽ കാണാൻ സമയമുണ്ട്, യാത്രയ്ക്ക് പോകാൻ സമയമുണ്ട്, കൂട്ടുകാരുമൊത്ത് ഭക്ഷിക്കാൻ സമയമുണ്ട്. മക്കളെ, ഇത് ഉപേക്ഷിച്ച്, ഇത് അവഗണിച്ച്, ഇത് മാറ്റിവെച്ച് നമ്മൾ ഇന്ന് സന്തോഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ, ഇത് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരു ദിവസം നമ്മൾ കരയും. കാരണം ഇതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം. അമ്മ മാതാവാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അഭയ സങ്കേതം. അമ്മയെ കൈവിടല്ലേ, ജപമാലയെ കൈവിടല്ലേ. കത്തോലിക്ക സഭയുടെ ചരിത്രം പരിശോധിച്ച മക്കളെ, കത്തോലിക്ക സഭയിൽ ഭൗതിക വിജയത്തിൻ്റെ പിന്നിലും ജപമാലയും അമ്മ മാതാവിൻ്റെ കൈയുമുണ്ട്. നമ്മൾ പരിശോധിച്ച് നോക്കി കാണാൻ പറ്റും. AD 12 മുതൽ 16 വരെയുള്ള കാലഘട്ടം കുരിശുയുദ്ധ കാലഘട്ടമാണ്. ഈ കുരിശുയുദ്ധ കാലഘട്ടത്തിൽ തുർക്കി പട യൂറോപ്പിനെ മുഴുവൻ കീഴടക്കുന്ന സമയം. അവസാനത്തെ ദിവസത്തെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഇതാ പയസ് അഞ്ചാമൻ മാർപ്പാപ്പ, പ്രിയപ്പെട്ടവരെ, പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ്: ഈ യുദ്ധത്തിന് പോകുന്ന ഓരോരുത്തരും പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, 2 ജപമാല ചൊല്ലുക. പ്രിയപ്പെട്ടവരെ, അവസാനം മാർപ്പാപ്പ അവരെ ആശീർവദിക്കുക. പ്രിയപ്പെട്ടവരെ, ലോകത്തിലുള്ള സകല ക്രൈസ്തവ മക്കളോടും, പ്രത്യേകിച്ച് റോമിലുള്ള സകല ക്രൈസ്തവ മക്കളോടും പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ യുദ്ധത്തിന് പോകാത്തവര് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ജപമാല ചൊല്ലണം. പ്രിയപ്പെട്ടവരെ, ശരിക്കും പറഞ്ഞാൽ ഒരു ജപമാല യുദ്ധമാണ് നടന്നത്. എന്ത് സംഭവിച്ചു? അന്ന് ക്രൈസ്തവ സേന, ക്രൈസ്തവ പട വിജയിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വിജയത്തിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഒക്ടോബർ മാസം 7-ാം തീയതി വിജയമാതാവിൻ്റെ തിരുനാൾ എന്ന് വെച്ചാൽ നാളെ വിജയമാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഗ്രിഗറി 13-ാം മാർപ്പാപ്പ ഈ തിരുനാളിനെ ജപമാല റാണിയുടെ തിരുനാളായിട്ട് പ്രഖ്യാപിച്ചു. എന്ന് വെച്ചാൽ മക്കളെ, നാളത്തെ ദിവസം വിജയത്തിന്റെ തിരുനാളാ, വിജയമാതാവിന്റെ തിരുനാളാ, ജപമാല രാജ്ഞിയുടെ തിരുനാളാ. കാരണം സഭാ മക്കളെ സംരക്ഷിച്ച അമ്മ, കത്തോലിക്ക സഭയുടെ ഏകാംഗ സൈന്യമായി തീർന്ന പരിശുദ്ധ അമ്മ മാതാവ് ജപമാല ചൊല്ലിയാൽ വിജയം കിട്ടുമെന്ന് പഠിപ്പിച്ച അമ്മയുടെ തിരുനാളാണ് മക്കളെ നാളത്തെ ദിവസം. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളും പരിശോധിച്ച് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഒട്ടനവധി പ്രശ്നങ്ങൾ വരാറില്ലേ? വേദനിപ്പിക്കുന്ന അവസ്ഥകൾ വരാറില്ലേ? തെറ്റിദ്ധരിക്കപ്പെട്ട അവസ്ഥകൾ വരാറില്ലേ? ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥകൾ വരാറില്ലേ? ഒറ്റപ്പെട്ട അവസ്ഥകൾ വരാറില്ലേ? നമ്മളെ നശിപ്പിക്കാനായിട്ട്, സൽപ്പേരില്ലാതാക്കാനായിട്ട് ഓരോ ശക്തികൾ ലോകത്തിൽ ഉദയം ചെയ്ത് നമുക്കെതിരെ വരുമ്പോൾ അവരെ നിർവീര്യമാക്കാൻ, അവരെ മാനസാന്തരപ്പെടുത്താൻ, അവരെ മാറ്റിക്കളയാൻ, അതിനെതിരെ യുദ്ധം ചെയ്യാൻ നമുക്ക് തന്നിരിക്കുന്ന ആയുധം മറ്റൊരായുധവുമല്ല മക്കളെ, അത് പരിശുദ്ധ അമ്മയുടെ ജപമാലയാ. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഏറ്റവും വലിയ അഭയ സങ്കേതം എന്ന് പറയാൻ കാരണം, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന ഏകാംഗ സൈന്യമെന്ന മക്കളെ, നമ്മൾ ഈ ജപമാല ചൊല്ലി അമ്മയോട് ചേരുമ്പോൾ നടക്കുന്ന കാര്യം, അമ്മ നമ്മളെ അങ്ങോട്ട് സംരക്ഷിക്കുക, അമ്മയുടെ സൈന്യനിര നമ്മുടെ ചുറ്റും നിൽക്കുക. അങ്ങനെ നിന്നാൽ പിന്നെ നമ്മളെ തകർക്കാൻ, നമ്മുടെ സഭയെ തകർക്കാൻ, ക്രൈസ്തവ കുടുംബങ്ങളെ തകർക്കാൻ പിന്നെ ആർക്കാ മക്കളെ പറ്റുന്നേ? പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവോടെ ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജപമാല 1800-ാമത്തെ ആണ്ട് പോയി നോക്കിയേ, പരിശോധിച്ച് നോക്കിക്കേ.
പ്രിയപ്പെട്ടവരെ, 1800 ആണ്ടില് സാത്താൻ ആരാധനയ്ക്ക് കീഴ്പ്പെട്ട ഒരു നഗരമുണ്ടായിരുന്നു. ആ നഗരമാണ് പോംപെയിൻ എന്ന് പറയുന്ന നഗരം. പ്രിയപ്പെട്ടവർ, ഈ നഗരത്തിൻ്റെ മോചനം, മാനസാന്തരത്തിന് വഴിയൊരുക്കി കൊടുത്ത കാര്യം പരിശുദ്ധ അമ്മ മാതാവിനോടുള്ള ജപമാലയാ. സാത്താൻ ആരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്ത പുരോഹിതന് മാനസാന്തരം സംഭവിച്ചതിന്റെ പിന്നിൽ ഈ പരിശുദ്ധ അമ്മയോടുള്ള ജപമാലയാ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടല്ലോ, 1945 ഹിരോഷിമയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ പ്രിയപ്പെട്ടവരെ, അന്ന് നിങ്ങൾ കണ്ടില്ലേ, 8 വൈദികര്, 8 സന്യാസ വൈദികരും ആ ദേവാലയവും മാത്രം, ഒന്നും സംഭവിച്ചില്ല. അതിൻ്റെ പിന്നിലെ ആത്മീയ രഹസ്യമെന്ന് പറയുന്നത് ജപമാലയല്ലേ മക്കളെ? 1955 ആസ്ട്രിയ എന്ന് പറയുന്ന ആ കാണുന്ന രാജ്യം, കമ്മ്യൂണിസ്റ്റ് ഭരണം കയറി മുന്നേറി കൈയടക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നും ആസ്ട്രിയയെ രക്ഷിക്കാനായിട്ട് ദൈവമക്കൾ എടുത്ത ആയുധം പരിശുദ്ധ അമ്മയുടെ ജപമാലയാന്നേ. 1962 മുതൽ 64 വരെയുള്ള കാലഘട്ടം പരിശോധിച്ച് നോക്കുമ്പോൾ മറ്റൊരു സംഭവം കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസ്റ്റ് ഇതാ ബ്രസീലിനെ കയറി കടന്നാക്രമിക്കാനായിട്ട്, കടന്ന് മുന്നേറാനായിട്ട് നോക്കിയപ്പോൾ അതിനെ മുന്നേറ്റത്തിന് തടസ്സം വെച്ചുകൊണ്ട് 6 ലക്ഷം സ്ത്രീകൾ അവിടെ ഇരുന്ന് ജപമാല ചൊല്ലിയപ്പോൾ അവർക്കവിടെ കാലുകുത്താനോ പിടിച്ചു നിൽക്കാനോ പറ്റിയില്ലെന്നേ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ മക്കളെ, മനുഷ്യന് അസാധ്യമായ കാര്യം, മനുഷ്യന് വിജയിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വിജയം നൽകാൻ ദാ ഈ അമ്മയുടെ ജപമാലയ്ക്ക് ശക്തിയുണ്ടെന്ന്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഇതിനെ ചേർത്ത് പിടിക്കും മക്കളെ. നിന്റെ ജീവിതത്തിൽ അസാധ്യമായിട്ട് തോന്നുന്ന ഏത് കാര്യവും ഇതിലൂടെ സാധിച്ചു കിട്ടും മക്കളെ. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അമ്മയുടെ വലിയ സംരക്ഷണ കോട്ട ചുറ്റും. അമ്മ ഏകാംഗ സൈന്യമായിട്ട് കടന്നു വന്ന് നമ്മുടെ ചുറ്റിലും കുടുംബത്തിന് ചുറ്റിലും നിൽക്കും. അപ്രകാരം നിന്നാൽ ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ഒരു ശക്തിക്കോ നമ്മളെയോ നമ്മുടെ ആത്മീയ മേഖലയോ ഭൗതിക മേഖലയോ തകർക്കാനായിട്ട് പറ്റില്ലെന്നേ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഞാൻ സാധാരണ ഒത്തിരി കൊതിക്കുന്ന ഒരു കൊച്ചു കാര്യം പറയാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വൈദിക സുഹൃത്തുക്കളുണ്ടെങ്കിൽ, വന്ധ്യവൈദികരുണ്ടെങ്കിൽ, എൻ്റെ വൈദികരെ, ഇടവക വികാരി അച്ഛന്മാരെ, കൊച്ചച്ഛന്മാരെ, നിങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു 10 ദിവസം ഒരു കൊച്ചു കാര്യം ചെയ്യണം. ഈ ഒക്ടോബർ മാസം 10 ദിവസം രാവിലെ കുർബാന കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ ഈശോ എഴുന്നള്ളിച്ച് വെക്കുക. നിങ്ങളുടെ ഇടവകയിൽ എത്ര വീട്ടുകാരുണ്ടോ ആ വീട്ടുകാർക്ക് ടൈം അലൗട്ട് ചെയ്ത് കൊടുക്കുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളുടെ ഇടവകയിൽ ജപമാല മുഴങ്ങട്ടെ മക്കളെ. നിങ്ങൾ ചിന്തിച്ചേ, ഇപ്രകാരം കേരളത്തിലുള്ള മുഴുവനും ഇടവകയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ മക്കളെ, ഏത് പ്രശ്നമാന്നേ തീരില്ലാത്ത സഭയെ തൊടാൻ പിന്നെ ആർക്കാ ശക്തിയുള്ള? സഭയ്ക്കെതിരെ നിൽക്കാനായിട്ട്, വാ തുറക്കാനായിട്ട് ആർക്കാന്നെ പറ്റുന്ന? പിന്നെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഈ തമ്പുരാൻ തന്നിരിക്കുന്ന, അമ്മ മാതാവ് തന്നിരിക്കുന്ന രക്ഷയ്ക്കായിട്ടുള്ള ആയുധം മക്കളെ, അത് മാറ്റിവെക്കല്ലേ, അത് മാറ്റിവെക്കല്ലേ. നമ്മളിനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആന്തരികമായിട്ടുള്ള നവീകരണം, വിശുദ്ധീകരണം. അത് അത്യാവശ്യമായ കാര്യമാണ്. അത് സഭാവിശ്വാസികൾ മാത്രമല്ല, സമർപ്പിതരുടെ ഇടയിലും നവീകരണം വേണം. സഭാ നേതൃത്വത്തിലും ഒരു വലിയ നവീകരണം ആവശ്യമാണ് മക്കളെ. ഇപ്രകാരം വലിയ നവീകരണം സഭാ തനയരിലാകട്ടെ, സഭാ നേതൃത്വത്തിലാകട്ടെ, സമർപ്പിതരിലാകട്ടെ, സഭാ വിശ്വാസികളിലാകട്ടെ, ആന്തരിക നവീകരണം വരുത്താൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം പരിശുദ്ധ അമ്മ മാതാവിനോടുള്ള ജപമാല ഭക്തിയാ. ഹല്ലേലൂയ. ഈ പ്രകാരം സഭാമക്കൾ ഒന്ന് ചേർന്ന് പരസ്പരം ജപമാല ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ, വൈദികർക്ക് വേണ്ടി ജപമാല ചൊല്ലുമ്പോൾ,
സമർപ്പിതർക്ക് വേണ്ടി ജപമാല ചൊല്ലുമ്പോൾ, സഭാ നേതൃത്വത്തിന് വേണ്ടി ജപമാല ചൊല്ലുമ്പോൾ, സഭാ വിശ്വാസികൾക്ക് വേണ്ടി പരസ്പരം ജപമാല ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ, മക്കളെ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ സമൂഹത്തില്, കത്തോലിക്ക സഭയില് വലിയൊരു നവീകരണം കടന്നു വന്നിരിക്കുന്നേ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 5-ാം പീയൂസ് മാർപ്പാപ്പ ജപമാല ചൊല്ലുമ്പോൾ സംഭവിക്കുന്ന 3 കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. 5-ാം പീയൂസ് മാർപ്പാപ്പ പറയുവാണ്, ഒന്നാമതായിട്ട് ക്രൈസ്തവർ പുതിയ മനുഷ്യരായി തീരും. നോക്കിക്കേ മക്കളെ, ക്രൈസ്തവര് പുതിയ മനുഷ്യരായി തീരും. 2, അബദ്ധ പ്രബോധനത്തിൽ നിന്നും, അബദ്ധ സിദ്ധാന്തത്തിൽ നിന്നും ദൈവമക്കൾ മാറിപ്പോകും, അല്ലെങ്കിൽ അപ്രകാരമുള്ള കാര്യങ്ങൾ ഇല്ലാതായി തീരും. 3, ജപമാല ചൊല്ലുമ്പോൾ കത്തോലിക്ക വിശ്വാസത്തിന്റെ പ്രകാശം പ്രശോഭിക്കാനായിട്ട് തുടങ്ങുമെന്നുള്ള കാര്യം. മക്കളെ നോക്കിക്കേ, ക്രൈസ്തവർ പുതിയ മനുഷ്യരായിട്ട് തീരുന്ന മാർഗമാണ് ജപമാല. അബദ്ധ സിദ്ധാന്തങ്ങൾ ഇല്ലാതാക്കി തീർക്കാൻ ശക്തിയുള്ളതാണ് ജപമാലയ്ക്ക്. വിശ്വാസത്തിന്റെ പ്രകാശം പ്രശോഭിക്കുന്ന കാര്യമാണ് ജപമാലയ്ക്ക്. അതുകൊണ്ട് ഈ ജപമാല ചൊല്ലാൻ തുടങ്ങിയാൽ മക്കളെ, വലിയൊരു നവീകരണമാണ് സഭയ്ക്കകത്തുണ്ടാകാൻ പോകുന്നത്. ആമേൻ. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഊർബൻ മാർപ്പാപ്പ ഇപ്രകാരമാണ് പറയുന്നത്, ജപമാല ഓരോ ദിവസവും, കേട്ടെ, ജപമാല ഓരോ ദിവസവും ക്രിസ്തു മതത്തിന് പുതിയ വരം നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന്. കേട്ടെ മക്കളെ, ജപമാല ചൊല്ലുമ്പോൾ ക്രിസ്തു മതത്തിന്, അല്ലെങ്കിൽ കത്തോലിക്ക മതത്തിന് ഓരോ പുതിയ വരവും ഓരോ ദിവസവും നേടിക്കൊടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജപമാല എന്നുള്ള കാര്യം. ഒരുമിച്ചൊന്ന് പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 പ്രാവശ്യം ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ജപമാല നമ്മുടെ ജീവിതത്തിൽ മുടങ്ങല്ലേ. 3-മതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പല ദൈവമക്കളും എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛാ, ഈശോയുടെ 2-ാം വരവ് അടുത്തോ? മക്കളെ, അതെന്നാണ് എന്ന് കണ്ടെത്താനല്ല മക്കൾ നോക്കണ്ട, മറിച്ച് 2-ാം വരവിന് വേണ്ടി ഒരുങ്ങാനാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ 2-ാം വരവിനായിട്ട് ദൈവജനത്തെ മുഴുവനും ഒരുക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഭക്തിയാണ് ജപമാല ഭക്തി. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പുണ്യങ്ങളില് ഒരു കത്തോലിക്ക ദൈവ പൈതല് വളരാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള മാർഗമാണ് പരിശുദ്ധ ജപമാല. ആമേൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 11-ാം പീയൂസ് മാർപ്പാപ്പ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. കേട്ടെ, 11-ാം പീയൂസ് മാർപ്പാപ്പ ജപമാല ചൊല്ലുമ്പോൾ കിട്ടുന്ന ജപമാലയുടെ ശക്തിയുടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, ദൈവത്തിന്റെയും തിരുസഭയുടെയും ശത്രുക്കളെ കീഴ്പ്പെടുത്താനായിട്ട് ജപമാല നമ്മളെ സഹായിക്കുന്നു. കേൾക്കണം മക്കളെ, ദൈവത്തിന്റെയും തിരുസഭയുടെയും ശത്രുക്കളെ കീഴ്പ്പെടുത്താനായിട്ട് ജപമാല നമ്മളെ സഹായിക്കുന്നു. 2, സുവിശേഷ പുണ്യങ്ങൾ ആസ്വദിക്കാനായിട്ട്, അല്ലെങ്കിൽ അഭ്യസിക്കാനായിട്ടുള്ള ശക്തിയും പ്രേരണയും ജപമാല വഴി നമുക്ക് കിട്ടുന്നു. 3-മതായിട്ട്, പുണ്യങ്ങളെ നമ്മുടെ ആത്മാവിലേക്ക് കുത്തിവെക്കുകയും ആത്മാവിനെ പുണ്യങ്ങളാൽ പരിപോഷിപ്പിക്കുകയും ചെയ്യാൻ ജപമാല നമ്മളെ സഹായിക്കുന്നു എന്നുള്ള കാര്യം മക്കളെ തിരിച്ചറിഞ്ഞ് പുണ്യം സമ്പാദിക്കണ്ടേ. ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ എണ്ണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുണ്യമാ. ഈ പുണ്യം സമ്പാദിക്കാൻ, ഈ പുണ്യം നേടിയെടുക്കാൻ ഒരു കത്തോലിക്ക ദൈവ പൈതലിനെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് മക്കളെ ഈ ജപമാല. അതുകൊണ്ട് ലയോ 13-ാം മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, നിത്യതയിലേക്ക് ഒരു വ്യക്തിയെ നിത്യജീവനിലേക്ക് നയിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ജപമാലയാ. ദൈവരാജ്യ വികസനത്തിനായിട്ട് ഒരു മക്കളെ സഹായിക്കുന്ന വഴി അത് ജപമാലയാ. സ്വർഗീയ കിരീടം ഒരു വ്യക്തിക്ക് നേടിക്കൊടുക്കുന്ന കാര്യം ഈ ജപമാലയാണ്. ഒരുമിച്ചൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന ഒരു കൊച്ചു കാര്യമുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുവാണ്, എൻ്റെ സന്തോഷത്തിലും എൻ്റെ ദുഃഖത്തിലും എൻ്റെ ആകുലതയിലും ഞാൻ ഏറ്റവും കൂടുതൽ
ചേർത്ത് പിടിച്ചത് ഈ ജപമാലയായിരുന്നു എന്നുള്ള കാര്യം. മക്കളെ, ക്രൈസ്തവൻ ദൈവ പൈതൽ ചേർത്ത് പിടിക്കണം. എന്തിനെ? ഏത് ദുഃഖത്തിലും, ഏത് സന്തോഷത്തിലും, ഏത് ഒറ്റപ്പെടലിലും, ഏത് നിരാശയിലും. കുഞ്ഞേ, നിങ്ങൾക്ക് ഇതൊന്ന് പിടിക്കാൻ പറ്റോ? ഇത് ചങ്കോട് ചേർക്കാൻ പറ്റോ? നിന്റെ കണ്ണീര് ഇതിലൊന്ന് ലയിക്കാൻ പറ്റോ? നിന്റെ സങ്കടങ്ങൾ ഇതിലേക്കൊന്ന് ചേർക്കാൻ പറ്റോ? നിന്റെ നിരാശ ഇതിലേക്കൊന്ന് ചേർക്കാൻ പറ്റോ? നിന്റെ ആരുമില്ലാത്ത അവസ്ഥയിലേക്കൊന്ന് ചേർക്കാൻ പറ്റുമോ? മക്കളെ, ഇത് ചേർത്തിട്ട് നിങ്ങൾ ഇത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഏത് ദുഃഖവും മാറും, ഏത് ആകുലതയും മാറും, ഏത് നിരാശയും മാറും, ഏത് ഒറ്റപ്പെടലും മാറും. നിന്റെ കൂടെ അമ്മ നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരനുഭവം നിന്റെ ജീവിതത്തിൽ ഇത് പിടിക്കുമ്പോ വരുന്നേ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവര് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാ. ലിയോ 10 പിയൂസ് മാർപ്പാപ്പ പറയുന്ന കാര്യമുണ്ട്. എല്ലാ പ്രാർത്ഥനകളിലും വെച്ച് കേട്ടെ, എല്ലാ പ്രാർത്ഥനകളിലും വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും ഏറ്റവും വിശിഷ്ടവുമായ പ്രാർത്ഥനയായിട്ട് ഞാൻ കാണുന്നത് ജപമാലയാണെന്ന്. അതുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ട ബെർത്തലോ ലോങ്കോ എന്ന് പറയുന്ന ആ വാഴ്ത്തപ്പെട്ട മനുഷ്യൻ, വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽപ്പെട്ട ആ വ്യക്തി പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാ: ജപമാലയുടെ ശക്തിയെക്കുറിച്ച്, ജപമാലയിലൂടെ ഒരു ദൈവ പൈതലിന് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: ജപമാല ചൊല്ലുമ്പോൾ മനുഷ്യനെ ദൈവത്തോട് ഐക്യപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ മനുഷ്യനെ ദൈവത്തോട് ഐക്യപ്പെടുത്തുന്ന ചങ്ങലയാണ് യഥാർത്ഥത്തിൽ ജപമാലയെന്ന്. രണ്ടാമത് പറയുന്നു, മാലാഖമാരോട് ഒന്നിപ്പിക്കുന്ന സ്നേഹബന്ധമാണ് ജപമാല ചൊല്ലുമ്പോൾ കിട്ടുന്നത് എന്ന്. മൂന്നാമത് പറയുന്നു, നരകത്തിന്റെ ആക്രമണങ്ങൾക്കെതിരെയുള്ള രക്ഷയുടെ ഗോപുരമാണ് ജപമാല എന്ന്. നാലാമത് പറയുന്നു, സമുദ്ര സഞ്ചാരത്തിന്റെ സുരക്ഷിത തുറമുഖമാണ് ജപമാലയെന്ന്. അഞ്ചാമത് പറയുന്നു, മരണത്തിന്റെ മണിക്കൂറിൽ ആശ്വാസം നൽകുന്ന ഏറ്റവും ശക്തി കേന്ദ്രമാണ് ജപമാല എന്നുള്ള കാര്യം. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ചിന്തിച്ചേ, മരിക്കുന്ന സമയം അവസാനത്തെ ചുംബനം കൊടുക്കുന്നത് എന്തിനെയായിരിക്കും മക്കളെ? നിന്റെ ജീവിത പങ്കാളിക്കായിരിക്കില്ല, മക്കൾക്കായിരിക്കില്ല, മാതാപിതാക്കൾക്കായിരിക്കില്ല. അന്ന് വരെ ചൊല്ലിയ ഒരു ചെളിപ്പുരണ്ട കൂട്ടിക്കെട്ടിയ ഒരു ജപമാല കയ്യിലുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അറിയാതെ എടുത്തിട്ട് ഈ ജപമാലയ്ക്കോ ഈ കാണുന്ന ക്രൂശിത രൂപത്തിനോ ഒരു ചുംബനം കൊടുക്കും. മക്കളെ, ജപമാല കളയല്ലേ. ഇത് കയ്യിൽ വേണം. ഇത് ഉരുവിടാൻ നമ്മൾ മറക്കല്ലേ. കാരണം ഇത് രക്ഷയുടെ ഗോപുരമാ. ഇത് രക്ഷയുടെ ഗോപുരമാ. സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന മക്കൾക്ക് തുറമുഖത്തിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാ. മക്കളെ, ദൈവത്തോട് ഐക്യപ്പെടുത്തുന്ന ചങ്ങലയാ. മാലാഖമാരോട് ഒന്നിപ്പിക്കുന്ന സ്നേഹബന്ധത്തിലേക്ക് ഒന്നിപ്പിക്കുന്ന ശക്തി കേന്ദ്രമാ ഈ ജപമാല. ഈ ജപമാല നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കല്ലേ മക്കളെ. ഇതിനെ ചേർത്ത് പിടിക്കുക. ഇതിനെ ചേർത്ത് പിടിക്കുമ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരിക. പരിശുദ്ധ അമ്മ മാതാവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പരിശുദ്ധ ജപമാല ചൊല്ലുന്ന മക്കളെയാ. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴും അമ്മ മാതാവ് സന്ദേശം കൊടുത്തും എവിടെ വെച്ചാ മക്കളെ? ഏറ്റവും കൂടുതൽ കൊടുത്തത് ജപമാല ചൊല്ലുന്ന പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൽ വെച്ച് അപ്രകാരം ചൊല്ലുന്ന കുഞ്ഞു മക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രത്യക്ഷീകരണവും ഏറ്റവും കൂടുതൽ സന്ദേശവും കൊടുത്തേ. ഈ അമ്മ മാതാവ് തന്നെ ജപമാലയുമായിട്ട് നിൽക്കുന്ന പ്രത്യക്ഷീകരണങ്ങൾ കണ്ടിട്ടില്ലേ? ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വയം പറഞ്ഞിട്ടില്ല ഞാൻ ജപമാല രാജ്ഞിയാണെന്ന്. ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവജനത്തോട് പറഞ്ഞ കാര്യം എന്താ? ലോകത്തിന്റെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന. കാരണം മക്കളെ, ഏത് മന്ദതയിൽ കിടക്കുന്ന വ്യക്തിയെ ഉണർത്തുന്ന കാര്യമാണ് പരിശുദ്ധ അമ്മയോടുള്ള ജപമാല. ഏത് ശത്രുക്കളെയും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് ജപമാല. ആത്മീയമായിട്ടുള്ള ഉണർവ് നൽകുന്ന കാര്യമാണ് പരിശുദ്ധ അമ്മയോടുള്ള ജപമാല. ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാക്കുന്ന ഒരു ആയുധമാണ് ജപമാല എന്ന് നമുക്കറിയത്തില്ലേ പ്രിയപ്പെട്ടവരെ? ഒരു സംഭവം, അത് മറ്റൊന്നുമല്ല, സെമിനാരി പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ
അവൻ സെമിനാരിയിൽ പഠിക്കാൻ വന്ന് ഒത്തിരി അച്ഛനാകാനുള്ള കൊതിപൂണ്ട് വന്നതാ. പക്ഷെ സെമിനാരി വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ രോഗം പിടിപെടുകയാ. അവൻ അച്ഛനാകാൻ കൊതിയുണ്ട്, പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അവസാനം റെക്ടറച്ഛൻ ആ കുഞ്ഞിനോടൊരു കാര്യം പറഞ്ഞു വിട്ടു, നീ ഇന്ന് വീട്ടിൽ പോകണം, നീ വീട്ടിൽ പോകണം. നിന്റെ രോഗം സുഖപ്പെട്ടാൽ നിനക്ക് തിരിച്ചു വരാം, അച്ഛനാകാം. രോഗം സുഖപ്പെടുന്നില്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട. എന്നിട്ട് അച്ഛൻ പോകാൻ നേരത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു വിട്ടു, മോനെ വീട്ടിൽ പോയിട്ട് ധാരാളം ജപമാല ചൊല്ല്, അമ്മ സൗഖ്യം നൽകട്ടെ. അങ്ങനെ പറഞ്ഞു വിട്ടു. മക്കളെ, അവൻ വീട്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന് അങ്ങോട്ട് ജപമാല ചൊല്ലാൻ തുടങ്ങി. അവൻ്റെ രോഗപീഠ തമ്പുരാൻ കർത്താവ് അമ്മ മാതാവിലൂടെ സൗഖ്യം കൊടുത്തു. അവൻ വന്ന് സെമിനാരി പഠിക്കാൻ തുടങ്ങി. അവൻ അച്ഛനായി, ആ മകൻ മെത്രാനായി, അവസാനം അത് മാർപ്പാപ്പയായി. ആ മാർപ്പാപ്പയുടെ പേരാണ് 9-ാം പിയൂസ് മാർപ്പാപ്പ. ഈ മാർപ്പാപ്പ പറഞ്ഞൊരു വാക്യം എന്നെ ഒത്തിരി സ്പർശിച്ച വാക്യമാണ്. ആ മാർപ്പാപ്പ ഇപ്രകാരമാണ് പറഞ്ഞേ, ജപമാല ചൊല്ലാൻ സന്നദ്ധതയുള്ള ഒരു സൈന്യനിരയെ എനിക്ക് ലഭിച്ചാൽ ഞാൻ അവരിലൂടെ ഈ ലോകത്തെ മുഴുവനും പിടിച്ചെടുക്കും. കേട്ട മക്കളെ, ജപമാല ചൊല്ലാൻ സന്നദ്ധതയുള്ള ഒരു സൈന്യനിരയെ എനിക്ക് ലഭിച്ചാൽ ഈ ലോകത്തെ മുഴുവനും ഞാൻ പിടിച്ചെടുക്കും. ഇന്നെന്റെ വിളി, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിളി എന്ന് പറയുന്നത് അമ്മ മാതാവിനോട് ജപമാല ചൊല്ലുന്ന ഒരു സൈന്യനിരയാകാനുള്ള വിളിയാന്നേ. കേരളത്തിലെ മക്കളെ, ലോകത്തിലെ മക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ മക്കളെ, അമ്മയുടെ ജപമാല ചൊല്ലുന്ന ഒരു സൈന്യനിരയാകാൻ നീ തയ്യാറാണെങ്കിൽ നമ്മിലൂടെ ഈ ലോകത്തെ മുഴുവനും ആത്മീയമായിട്ട് വിജയം നേടി വിശുദ്ധീകരിക്കാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. മക്കളെ, ഈ വിളി സ്വീകരിക്കണം. ഈ വിളി സ്വീകരിച്ചാൽ നമുക്ക് ലോകത്തെ വിശുദ്ധീകരിക്കാം. നമുക്കെതിരെ വരുന്ന ഏതു ശത്രുക്കളെയും മാറ്റാൻ പറ്റും. അതുകൊണ്ട് അച്ഛൻ അവസാനിപ്പിക്കുക, മക്കളെ ജപമാല ചൊല്ലാതിരിക്കരുത്, ജപമാല വിട്ട് കളയരുത്. നിന്റെ ആധാരത്തിൽ ഉണരുമ്പോൾ തൊട്ട് ഉറങ്ങുമ്പോൾ വരെ ജപമാല ചൊല്ല്. അങ്ങനെ നമുക്ക് തമ്പുരാൻ്റെ അമ്മ മാതാവിൻ്റെ സംരക്ഷണ കോട്ടയുണ്ടാകട്ടെ. അമ്മയുടെ സൈന്യനിരയിലെ ഒരംഗമായി നമ്മൾ തീരട്ടെ. അങ്ങനെ ലോകത്തെ മുഴുവനും നമുക്ക് വിശുദ്ധീകരിക്കാം. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ നമുക്ക് തന്നെ എടുത്തു മാറ്റാൻ പറ്റും, അവരെ വിശുദ്ധീകരിക്കാൻ പറ്റും. അതിന് പരിശുദ്ധ അമ്മ ജപമാലയിലൂടെ നമുക്ക് കൃപ നൽകട്ടെ. നമുക്കിന്ന് പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് നമ്മുടെ ഈ മേഖലകളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ നമുക്കൊന്നു ചേർന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തി ആത്മാക്കളുടെ രക്ഷ നമുക്ക് സാധിച്ചെടുക്കാം. ജപമാല ചൊല്ലാനുള്ള കൃപയ്ക്കായിട്ട് ഈശോയുടെ മുമ്പിൽ നമുക്ക് കേണ് പ്രാർത്ഥിക്കാം, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരകൂപ്പി പിടിച്ച് ഏറ്റവും സ്നേഹത്തോടെ ഹൃദയത്തിലേക്ക് ഈശോയെ വിളിച്ചു പാടി പ്രാർത്ഥിക്കാം. ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന. ഒരുമിച്ച് പാടാമോ? ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന. ഹല്ലേലു 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 ഹല്ലേലൂയാ. 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 ഈശോയ്ക്ക് സമർപ്പിച്ച മക്കളെ, അമ്മയിലൂടെ ഈശോയെ നമ്മൾ ആരാധിക്കുക. അമ്മയുടെ വിരൽ തുമ്പിൽ പിടിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നമ്മൾ ഈ നിമിഷം ജപമാല ചൊല്ലാനുള്ള വലിയൊരു കൃപ, വലിയൊരു അഭിഷേകം നമ്മിലേക്ക് വ്യാപരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശക്തിയോടെ വിളിച്ചു പാടി പ്രാർത്ഥിച്ചേ. ഈശോനാഥന് ആരാധന, ഈശോനാഥന് ആരാധന, ഈശോനാഥന് ആരാധന,
ഈശോനാഥന് ആരാധന, ഈശോനാഥന് ആരാധന, ഈശോനാഥന് ആരാധന, ഈശോനാഥന് ആരാധന. ഹല്ലേലു 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 ഹല്ലേലൂയ, ഹല്ലേലു 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 ഹല്ലേലൂയ, ഹല്ലേലു 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 ഹല്ലേലൂയ, ഹല്ലേലു 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 ഹല്ലേലൂയ. ശക്തിയോടെ ഓരോ മക്കളും ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ നിമിഷം ഞങ്ങൾ ആരാധിക്കുമ്പോൾ, ഞങ്ങൾ സ്നേഹിക്കുമ്പോൾ ഞങ്ങളിലേക്ക് കൃപ ഇറക്കണമേ, കൃപ ചൊരിയണമേ. ജപമാലയുടെ അഭിഷേകം, ജപമാല ഭക്തിയുടെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ വിളിച്ചു പാടിക്കേ. പാവനാത്മാവിന് ആരാധന, 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 പാവനാത്മാവിന് ഒരുമിച്ച് ആരാധന. പാടുന്നു. ഹല്ലേലു 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 ഹല്ലേലൂയ, 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 ഹല്ലേലു 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒറ്റ വിളി വിളിച്ച് യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ, മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ, തീരാ ദുഃഖങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ, തീരാ ദുഃഖങ്ങൾ നീങ്ങിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മഞ്ഞിലെന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മഞ്ഞിലെന്റെ തേരു തെളിക്കാം. പോരടിക്കും ശത്രുവിൻ പേരെടുത്ത് വിളിച്ച് കുസുമരച്ചോട്ടിൽ ഇന്നു തറയ്ക്കാം. പോരടിക്കും ശത്രുവിൻ പേരെടുത്ത് വിളിച്ച് കുസുമരച്ചോട്ടിൽ ഇന്ന് തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ, അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ തീരാ ദുഃഖങ്ങൾ നീങ്ങിപ്പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഒരു നിമിഷം രണ്ട് കരങ്ങളും ഹൃദയത്തിലേക്ക് ചേർത്ത് ഈശോയെ നോക്കിക്കേ മക്കളെ. തമ്പുരാൻ നമ്മളാരും നഷ്ടപ്പെടരുത് എന്നൊത്തിരി കൊതിയോടെ ആഗ്രഹത്തോടെ നമ്മളെ വീണ്ടെടുക്കാൻ, നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ, ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർക്കാൻ, ഒരാത്മാവും ഒരു തരത്തിലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കൊതിയോടെ നമുക്കൊരായുധം തന്നിരിക്കുക. അതാണ് മക്കളെ ജപമാല. നിനക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും നിന്റെ മുമ്പിൽ വെച്ച് തോൽപ്പിക്കാൻ, നിനക്കെതിരായിട്ട് അവർ ഒരു വഴിയിലൂടെ വരുമ്പോൾ 7 വഴിയിലൂടെ ചിതറിക്കപ്പെടത്തക്ക രീതിയിൽ പലായനം ചെയ്യിപ്പിക്കാൻ ഇതാ നിന്റെ കയ്യിൽ അമ്മ തന്നിരിക്കുന്ന ആയുധം ജപമാല. മക്കളെ, ജപമാലയെ ഒന്ന് ചേർത്ത് പിടിക്കാൻ മനസ്സ് വെച്ച്. നമുക്കൊരു സംരക്ഷണ കോട്ട വേണ്ടേ? നമ്മുടെ കുടുംബത്തിനൊരു സംരക്ഷണ കോട്ട വേണ്ടേ? നമ്മുടെ സഭയ്ക്കൊരു സംരക്ഷണ കോട്ട വേണ്ടേ? ഒരു സൈന്യനിരയ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വേണ്ടേ? ജപമാല ചൊല്ലുന്ന ഒരു സൈന്യനിര. മക്കളെ, വിളിയുള്ള മക്കളാ നീയും ഞാനും, വിളിയുള്ള കുഞ്ഞാ നീയും ഞാനും. ഇതാ നമ്മൾ ഈ വിളി സ്വീകരിച്ച് സഭയ്ക്ക് വേണ്ടി ജപമാല ചൊല്ലുന്ന സൈന്യനിരയാകാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജപമാല ചൊല്ലുന്ന സൈന്യനിരയാകാം, നമുക്ക് വേണ്ടി ജപമാല ചൊല്ലുന്ന സൈന്യനിരയാകാൻ വിളി ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ, ഒരു ശക്തിക്കും തകർക്കാൻ പറ്റില്ല. നമ്മുടെ സഭയെ സമർപ്പിച്ച്, സഭ നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങൾ സമർപ്പിച്ച്, സഭയ്ക്കെതിരായി ആരൊക്കെ എവിടെയൊക്കെ നിന്ന് ഏതൊക്കെ കുതന്ത്രങ്ങൾ, ഏതൊക്കെ കെണികൾ, ഏതൊക്കെ ഭീഷണികൾ, ഏതൊക്കെ ശക്തികൾ, ഏതൊക്കെ അരൂപികളെ അയക്കുന്നുണ്ടോ അതിന് മുഴുവനും കോട്ട കെട്ടണം മക്കളെ. അത് നമ്മളെയോ നമ്മുടെ സഭയെയോ നമ്മുടെ കുടുംബത്തെയോ തൊടാതിരിക്കത്തക്ക രീതിയിൽ നമുക്ക് കോട്ട കെട്ടണം. ഈശോയുടെ ഹൃദയത്തിലേക്ക് സഭയെ ചേർക്കുക, നമ്മുടെ കുടുംബത്തെ ചേർത്ത്, നമ്മളെ ഓരോരുത്തരെയും ചേർക്കുക. മാർപ്പാപ്പിയെ ചേർത്ത് വെച്ച്, നമ്മുടെ എല്ലാ കർദിനാൾമാരെ ചേർത്ത് വെച്ച്, എല്ലാ മെത്രാന്മാരെ ചേർത്ത് വെച്ച്, പുരോഹിതരെ സമർപ്പിതരെ ചേർത്ത്, സകല വിശ്വാസികളെ ചേർത്ത് മക്കളെ, ഒരാളെപ്പോലും ഒരു തരത്തിലും നശിപ്പിക്കരുത്, ഒരു ശക്തിയും തൊടരുത്. ഒരു കുഞ്ഞും തെറ്റായ ബന്ധത്തിലൂടെ മറ്റൊരു തിന്മയുടെ മേഖലയിലേക്ക്, തെറ്റായ പ്രബോധനത്തിലൂടെ, തെറ്റായ ശക്തികളിലൂടെ, തെറ്റായ അരൂപി അയച്ചുകൊണ്ട് ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകരുത് മക്കളെ. അതിന് തമ്പുരാൻ തന്നിരിക്കുന്ന, അമ്മയിലൂടെ തന്നിരിക്കുന്ന ആയുധമാട്ടോ ജപമാല. ഈശോയോട് പറഞ്ഞു, ഈശോയെ ജപമാല ചൊല്ലാൻ, ജപമാലയെ സ്നേഹിക്കാൻ, നാവിലെപ്പോഴും നന്മ നിറഞ്ഞ മറിയം ഉരുവിടാൻ എനിക്ക് നീ ഒരു കൃപ തരണമേ. എന്നെ നീ ഒന്ന് പഠിപ്പിക്കണമേ, നീ എന്നെ അഭിഷേകം ചെയ്യണമേ. സഭയെ പൊതിഞ്ഞു പിടിക്കാൻ, കുടുംബങ്ങളെ പൊതിഞ്ഞു പിടിക്കാൻ, ഞങ്ങളെ തന്നെ പൊതിഞ്ഞു പിടിക്കാൻ, അമ്മയുടെ നീലക്കാപ്പം കൊണ്ട് ഞങ്ങൾ പൊതിയപ്പെടാൻ ഞങ്ങൾക്കൊരു കൃപ തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വരമുയർത്തി ശക്തിയോടെ ജപമാല ചൊല്ലാനുള്ള കൃപയ്ക്കായി ഉണർവോടെ സ്തുതിക്കാമോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഷെക്കേന ചാനലിനെ ഒന്ന് സമർപ്പിച്ച് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നാളെ ഈ ചാനൽ തുടങ്ങിയിട്ട് ജപമാല രാജ്ഞിയുടെ തിരുനാള്. നാളെ ഈ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷം പൂർത്തിയാകുകയാണ്. 2ാമത്തെ വർഷം പൂർത്തിയാകുന്ന ദിവസമാണ്. ഇത് അമ്മയ്ക്ക് അടിമ വെച്ച ഒരു ചാനലാ, അമ്മ മാതാവ് നയിച്ചുകൊണ്ടിരിക്കുന്ന ചാനലാ. ഞാൻ പലവട്ടവും ഈ ചാനലിൽ വന്ന് ഈ ചാനലിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലവർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ എന്തിനാ ഇത്രമാത്രം ഈ ചാനലിനെ കുറിച്ച് പറയുന്നേ? ഇത് മക്കളെ, അച്ഛൻ ആലോചിച്ചിട്ട് വന്നിട്ട് ഇവിടെ പറയുന്ന കാര്യമല്ല. ആ സമയത്ത് പരിശുദ്ധാത്മാവ് പറയാൻ പ്രേരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛൻ പറയുന്ന കാര്യമാണ്. ഇന്ന് സഭ നേരിടുന്ന ഈ പ്രശ്നത്തിൽ സത്യം ദൈവമക്കളെ
പറയാൻ അല്ലെങ്കിൽ ദൈവമക്കൾ അറിയാനായിട്ട് 2 വർഷം മുമ്പേ ഈ കാര്യങ്ങൾ ദൈവം മനസ്സിലാക്കിയിട്ട് 2 വർഷം മുമ്പേ ഒരു പാവപ്പെട്ട മകന് കർത്താവ് കയ്യിലേക്ക് വെച്ചു കൊടുത്ത ഒരു ചാനലാണ്. അതും ലോക്ക്ഡൗണിൻ്റെ സമയത്ത്, കൊറോണ ബാധിച്ച് ശക്തമായ സമയത്ത് ആ മകൻ്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ലാത്ത സമയത്ത് തുടങ്ങാൻ പറഞ്ഞ് തുടങ്ങിയ ഒരു ചാനൽ. എന്തിനു വേണ്ടിയാ? ആ മകന് വേണ്ടിയല്ല, മറിച്ച് സഭയ്ക്ക് വേണ്ടി, സഭാ മക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, സഭയ്ക്കെതിരായി ഓരോ ശക്തികൾ ഉണർന്നു വരുമ്പോൾ അത് ഏതാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വേണ്ടി ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്ത് സമർപ്പിച്ച ഒരു ചാനൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തമ്പുരാൻ ഒരുക്കിയ ചാനലാ 2 വർഷം പൂർത്തിയാകുക. നാളെ പ്രഭാതത്തിൽ 7 മണിക്ക് സീറോ മലബാർ റീത്തിൽ ഇതിൻ്റെ നന്ദിയുടെ സൂചകമായിട്ട് നന്ദിയുടെ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, 9 മണിക്ക് വീണ്ടും നമ്മൾ മലങ്കര റീത്തിൽ നമ്മൾ പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഐർണിയസ് പിതാവ നമുക്ക് വേണ്ടി ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം പ്രിയപ്പെട്ടവരെ വീണ്ടും 11 മണിക്ക് ലാറ്റിൻ റീത്തിൽ പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ ബലിയിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ സാധിക്കുന്നവരൊക്കെ പങ്കുചേരണം. നാളെ ജപമാല രാജ്ഞിയുടെ തിരുനാളിൽ 3 കുർബാനയിലും നിങ്ങൾക്ക് പങ്കുചേരാൻ പറ്റുമെങ്കിൽ പങ്കുചേരും മക്കളെ. അങ്ങനെ തമ്പുരാന് നന്ദി പറയണം. ഇങ്ങനെ ഒരു ചാനൽ തമ്പുരാൻ നമുക്ക് തന്നതിനെ ഓർത്ത്, സത്യം തിരിച്ചറിയാനായിട്ടൊരു ചാനൽ നമുക്ക് ദൈവം തന്നതിനെ ഓർത്ത്, പ്രിയപ്പെട്ടവരെ, അതിനൊരു മകനെ ദൈവം തെരഞ്ഞെടുത്തതിനെ ഓർത്ത്, അതിനുവേണ്ടി അനേകം മക്കൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി മക്കൾ കൈ നീട്ടി കൈ അഴച്ച് നമ്മളെ സഹായിച്ചിട്ടുണ്ട്, ഈ ചാനലിനെ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് അവരെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് അവരുടെ കുടുംബത്തിന് വേണ്ടി, അവരുടെ പ്രവർത്തന മേഖലയ്ക്ക് വേണ്ടി, ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവരുടെ കുടുംബത്തിന് വേണ്ടി, അവരുടെ പ്രവർത്തന മേഖലയ്ക്ക് വേണ്ടി നന്ദി പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നാളെ വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയുള്ളത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നാളെ 9 മണി തൊട്ട് 10:30 വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ 2 വർഷക്കാലം ഈ ചാനലിലൂടെ ദൈവം ഒഴുക്കിയ മുഴുവൻ കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ് നാളെ വൈകുന്നേരം 9 മണി തൊട്ട് 10:30 മണി വരെയുള്ള സമയം. സാധിക്കുന്ന എല്ലാവരും ഇതിലുള്ള ശുശ്രൂഷയിലെല്ലാം പരിശുദ്ധ ബലിയിലാകട്ടെ, നന്ദി പറഞ്ഞ് ഇതിനെ സഹായിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തിലാകട്ടെ. ഈ 2 വർഷക്കാലം ഈ ചാനലിലൂടെ കത്തോലിക്ക സഭയ്ക്കും ലോകത്തിനും കൊടുത്ത സകല കാര്യത്തിനും നന്ദിയുടെ ആ ശുശ്രൂഷയിലാകട്ടെ എല്ലാ മക്കളും പങ്കുചേരണം. നമുക്കൊരുമിച്ച് 2 കരം ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ച് ഈ ചാനലിനെ അനുഗ്രഹിച്ച തമ്പുരാന്, ഈ ചാനലിന് ഇപ്രകാരം കൊടുത്ത തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വരമുയർത്തി ശക്തിയോടെ ഒരുമിച്ച് ഉറക്കൊന്ന് വിളിക്കാമോ? യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയേ, ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.